നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇടാം. ആ കറിവേപ്പില മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെയും പച്ചച്ചുവ മാറിക്കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറി പൗഡറുകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വരണം. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കറി പൗഡറുകളൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലല്പം വെള്ളം കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് വേവണ്ടേ, അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കുന്ന വീഡിയോ റെക്കോർഡായിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം, കോക്കനട്ട് മിൽക്ക് എന്നിവ കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി തിളയ്ക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഈ തേങ്ങാപ്പാലും ഫ്രഷ് ക്രീമും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കിഴങ്ങറിക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ കഴിക്കുന്ന കിഴങ്ങറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രുചിയാണ് കിട്ടുന്നത്. ഇനി അല്പം മല്ലിയില കൂടി ചേർത്ത് നമുക്കൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു ഉരുളക്കിഴങ്ങ് കറി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.